തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുള്ള പുള്ളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു 33 വയസ്സുള്ള രമണി എന്ന് പറയുന്ന സ്ത്രീ താമസിച്ചിരുന്നത്. അവർ ജനിച്ചു വളർന്നതൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ. സ്കൂളും കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ബാങ്കിലെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അതായിരുന്നു അവരുടെ അംബിഷൻ. ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാരൻസും നല്ല ഹാപ്പി ആയിരുന്നു. ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും എല്ലാം അവർ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ എക്സാമുകളൊക്കെ എഴുതി കടലൂർ ബിരുദാചലത്തുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ മകൾക്ക് നല്ല ജോലി കിട്ടി, അവൾ സ്റ്റേബിളായി. അപ്പോൾ വിവാഹപ്രായം മറ്റും ആയി നിൽക്കുകയാണ്. കല്യാണം ആലോചിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ റിലേറ്റീവ്സിൻ്റെ അടുത്തും നൈബേഴ്സിൻ്റെ അടുത്തുമൊക്കെ നല്ല വിവാഹാലോചനകളും മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് പറയുകയാണ്. അതായത് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനകൾ ഇങ്ങനെ ദ്രുതഗതിയിൽ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് കോയമ്പത്തൂരുള്ള ഒരു ഗോൾഡ് വർക്കർ ആയിട്ടുള്ള കുമാർ എന്ന് പറയുന്ന ഒരാളുടെ ആലോചന വന്നത്. രമണിയുടെ ഫാമിലിയും മറ്റും നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ആ പയ്യനെയും ആ പയ്യൻ്റെ ഫാമിലിയും ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു കല്യാണം ഫിക്സ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് രമണിക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ വലിയ മതിപ്പുണ്ടായിരുന്നില്ല. തൻ്റെ ഹസ്ബൻഡ് തന്നെ പോലൊരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അത് അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പിന്നീടും അടിയും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. ഇടയ്ക്കിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് പതിവായിരുന്നു. അതിനുശേഷം കുമാർ വന്ന് സമാധാനിപ്പിച്ച് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകലായിരുന്നു പതിവ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ കുമാറിന് മനസ്സിലായി തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ കൂടെ ജീവിക്കാനായിട്ട് വലിയ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ ആ സ്ത്രീയുടെ അടുത്ത് ഇയാൾ പറഞ്ഞു, ഇനിയിപ്പോൾ നിനക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്ത് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകാം. അല്ലാതെ ഇങ്ങനെ നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അവസാനം അതിന് രമണി ഓക്കെ പറയുകയും ചെയ്തു. ഇവരങ്ങനെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു. മ്യൂച്വൽ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം രമണിയും കുട്ടിയും സ്വന്തം നാട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഉളുന്തൂർപേട്ട് ബ്രാഞ്ചിലോട്ട് ഇവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാങ്കിലോട്ട് പോകാനും വരാനും ഒക്കെ ഇവർ ഓട്ടോയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് അവർ അശോക് എന്ന് പറയുന്ന ഒരാളുടെ ഓട്ടോയിൽ കയറാനായിട്ട് തുടങ്ങി. ആദ്യം ഇടയ്ക്കിടയ്ക്ക് ആയിരുന്നു കയറിയിരുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ഓട്ടോയിൽ തന്നെ സ്ഥിരമാവുകയായിരുന്നു. അതായത് രാവിലെയും വൈകുന്നേരം ആ ഓട്ടോയിൽ തന്നെയായിരുന്നു അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെയാണ് ഈ അശോകുമായിട്ട് പരിചയത്തിലാകുന്നത്. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. രമണി തന്നെ വിവാഹം കഴിഞ്ഞതും ഹസ്ബൻഡുമായിട്ട് പ്രശ്നം ഉണ്ടായതും പിന്നീട് പിരിഞ്ഞതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അശോകിൻ്റെ അടുത്ത് പറഞ്ഞു. അശോകിൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുകയായിരുന്നു. ഇവർ വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് രമണി തൻ്റെ വീട്ടിൽ ഈ ഒരു കാര്യം അവതരിപ്പിച്ചു. അതേപോലെ തന്നെ അശോക് ആളുടെ വീട്ടിലും ഈ ഒരു കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ രമണിയുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് കല്യാണം നടത്തേണ്ട, ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജും മതിയെന്ന്. അങ്ങനെ ചെറിയൊരു രജിസ്റ്റർ മാരേജൊക്കെ കഴിച്ച് ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് 2 ആൺകുട്ടികളും ജനിക്കുകയായിരുന്നു. അങ്ങനെ 3 കുട്ടികളുമായിട്ട് ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് ഇങ്ങനെ നയിക്കുന്നതിൻ്റെ ഇടയിലാണ് പെരമ്പലൂർ ബ്രാഞ്ചിലോട്ട് ഈ രമണിക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത്. അവിടെ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നതും. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. രമണിയുടെ ജോലി ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ട്രാൻസ്ഫർ വരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പെരമ്പലൂർ ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ലഭിച്ചത്. അപ്പോൾ അശോകും അതേപോലെ തന്നെ മക്കളും എല്ലാവരും കൂടെ അങ്ങോട്ട് മാറി ഒരു വാടക വീടെടുത്ത് താമസിക്കുകയാണ്. അശോക് മുൻപ് ഓട്ടോ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഓട്ടോ ഓടിക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആൾ ലോറി ഓടിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അവിടെ എത്തി ഇവർക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. സ്ഥിരമായിട്ട് അടി ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് ഈ രമണി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരമ്പലൂർ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവർ രണ്ടുപേരെയും വിളിപ്പിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കോംപ്രമൈസ് ആക്കിയിട്ട് വിടുകയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വീണ്ടും ഈ ഒരു പ്രശ്നം അതേപോലെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2024 ജൂണിൽ വിരുദ്ധാചലം ബ്രാഞ്ചിലോട്ട് ഇവർക്ക് വീണ്ടും ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ രമണി പുള്ളൂർ അവിടെ അടുത്തൊരു വാടക വീടെടുത്തിട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് പോയി വരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെയാണ്. അപ്പോൾ വലിയ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ സ്ഥിര അടി തന്നെയായിരുന്നു. അപ്പോൾ രമണിയുടെ അമ്മയായിട്ടുള്ള ലക്ഷ്മി രമണിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്ഥിര അടിയാണല്ലോ, എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ രമണി അമ്മയോട് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള അശോകിന് വേറെ എന്തൊക്കെയോ അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ സ്ഥിരമായിട്ട് അടി ഉണ്ടാകുന്നത്.
അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ലക്ഷ്മിയുടെ അടുത്ത് രമണി പറഞ്ഞത്. ഇത് കേട്ട് ലക്ഷ്മി നേരെ ഈ അശോകിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഉപദേശിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രശ്നങ്ങൾ നിറഞ്ഞവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 20, 2024. എന്നും രമണി ഈ ലക്ഷ്മിയെ വിളിക്കാറുണ്ട്, ഓഫീസിലൊക്കെ പോകുന്നതിന് മുൻപും അതിന് ശേഷമൊക്കെ ആയിട്ട്. എന്നാൽ അന്നത്തെ ദിവസം ഈ രമണിയുടെ കോൾ വന്നില്ല. അപ്പോൾ ലക്ഷ്മി മകൾക്ക് ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും തിരക്കിൽ പെട്ടതായിരിക്കും, ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വിളിക്കുമെന്ന് വിചാരിച്ച് പിന്നെ ലക്ഷ്മി അത് മൈൻഡ് ചെയ്തില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടും മകളുടെ ഭാഗത്തു നിന്ന് കോളും കാര്യങ്ങളൊന്നും വന്നില്ല. അല്ല, ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഫോൺ എടുത്തിട്ട് മകളുടെ അടുത്ത് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ആ ഒരു കോള് കണക്റ്റ് ആയില്ല. അപ്പോൾ എന്തായാലും മരുമകനെ വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മരുമകനെ വിളിച്ച സമയത്ത് ഫോൺ റിങ് ആകുന്നുണ്ട്, എന്നാൽ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അവരെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി സ്വന്തം മകൾ താമസിക്കുന്ന വീട്ടിലോട്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് ലക്ഷ്മി വിചാരിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി നേരെ തൻ്റെ മകളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ ഒരു വീട് പുറത്ത് നിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, മകനും മരുമകളും പേരക്കുട്ടികളൊക്കെ എവിടെയെന്നുള്ളത്. അവർക്കൊന്നും അവരെവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നില്ല. ഇതൊക്കെ കൂടെ ആയപ്പോൾ ലക്ഷ്മി ആകെ പാനിക് ആവുകയാണ്. കാരണം മകള് തന്നോട് പറയാതെ എവിടെയും പോകാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആണോ, എവിടേക്കാണ് ഇവരെല്ലാവരും കൂടെ പോയത്, അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ ഇവരുടെ ഉള്ളിൽ വരികയാണ്. ഇവർ നേരെ അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ വീട്ടിലോട്ട് വന്നു, തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ രമണിയുടെ അച്ഛൻ വീണ്ടും ഇവർ രണ്ടുപേരെയും ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനെയും അതുപോലെ ബാക്കി റിലേറ്റീവ്സിനെയും അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചന്വേഷിച്ചു. ഇവർ രണ്ടുപേരും അങ്ങോട്ട് വന്നിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ എങ്ങോട്ടാണ് പോയതെന്നുള്ളത് അറിയുമെന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ ഇവർക്കൊന്നും തന്നെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവർ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോയതെന്ന്. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് 21-ാം തീയതി. അന്നാണ് ലക്ഷ്മിയുടെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. ഒരു സ്ത്രീ ആയിരുന്നു സംസാരിച്ചത്. ആ സ്ത്രീ പറഞ്ഞതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 നിങ്ങളുടെ പേരക്കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ വിളിച്ച സ്ത്രീ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകിൻ്റെ അമ്മയായിരുന്നു. ഇത് കേട്ട് ലക്ഷ്മി ആകപ്പാടെ ഞെട്ടിപ്പോയി. അപ്പോൾ അപ്പുറത്തുനിന്ന് അശോകിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ രമണിയും അതുപോലെ അശോകും തമ്മിൽ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ, അതുകൊണ്ടാണോ അവൻ മക്കളിവിടെ കൊണ്ടാക്കിയിട്ട് പോയത്, എവിടെയോ പുറത്ത് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, അപ്പോൾ എന്താണ് അവർ തമ്മിലുള്ള ഇഷ്യൂ, രമണിനാണെന്നുണ്ടെങ്കിൽ കണ്ടുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അശോകിൻ്റെ അമ്മ ഇവരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ലക്ഷ്മി ആകപ്പാടെ പകച്ചു പോവുകയാണ്. നേരെ തന്നെ ലക്ഷ്മി തൻ്റെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സിനെയും നൈബേഴ്സിനെയും ഒക്കെ കൂട്ടി മകൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോയി. വീട് പുറത്തു നിന്ന് ലോക്ക് ചെയ്തേക്കായിരുന്നല്ലോ, ആ ഒരു പൂട്ട് പൊളിച്ചിട്ട് അവർ അകത്ത് കയറുകയായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബെഡ്റൂം ഉണ്ടല്ലോ, ബെഡ്റൂമിൻ്റെ ഡോറും പുറത്ത് നിന്ന് ഇതേപോലെ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ലോക്കും പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തലപൊളിഞ്ഞ് രക്തം വന്ന് കിടക്കുന്ന രമണിയെയായിരുന്നു അവർ കണ്ടത്. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരമറിയിക്കുകയാണ്. പോലീസുകാർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. പോലീസുകാർ ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു അശോക് ആയിരിക്കും തൻ്റെ മകളെ കൊന്നതെന്ന്. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അശോക് ഇപ്പോൾ ഒളിവിലാണ്, അതുപോലെ തന്നെ 3 മക്കളെയും ആളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അശോക് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നുള്ളത് രമണി പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോഴും ആൾ തന്നെയാണ് പ്രൈം സസ്പെക്റ്റ്. അതുകൊണ്ട് തന്നെ അയാളെ പോലീസുകാർ ട്രാക്ക് ചെയ്യുകയാണ്. അവസാനം ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. ആളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അശോകിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രമണിയെ താനാണ് കൊലപ്പെടുത്തിയതെന്നുള്ളത് അയാൾ സമ്മതിക്കുകയും ചെയ്തു. അതിനുള്ള റീസൺ കേട്ടിട്ടാണ് പോലീസുകാർ ആകപ്പാടെ ഞെട്ടിപ്പോയത്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരാൾ ചെയ്യുമോ എന്നുള്ളത് അവർ ആലോചിച്ചു പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അതുപോലെ തന്നെ 3 കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഈ അശോക് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണ് അശോക് പറഞ്ഞതെന്നുള്ളത് നമുക്കിനി നോക്കാം. ഈ പേരാമ്പ്ലൂർ ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. അതായത് അതിനുശേഷം ഭാര്യയുടെ എന്താ പറയുക സ്വഭാവങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നതായിട്ട് ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അതായത് ഇടയ്ക്കിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, രാത്രിയും പകലും എന്നില്ലാതെ സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഇങ്ങനെ കൂടുതൽ ഫോണുമായിട്ട് ഇൻവോൾവ് ചെയ്ത് പല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇയാൾക്ക് ഉണ്ടാവുകയാണ്.
അങ്ങനെയാണ് ഒരു ദിവസം രമണി അറിയാതെ രമണിയുടെ ഫോൺ എടുത്ത് ഇയാൾ പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇയാൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അതേ സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു പയ്യനുമായിട്ടാണ് ഈ രമണി സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ റൂം എടുക്കാറുള്ളതായിട്ടും അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളതായിട്ടൊക്കെ ഇയാൾ അറിയുകയാണ്. ഇതിൻ്റെ പേരും പറഞ്ഞ് ഇയാൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നിർത്താനായിട്ട് രമണി കൂട്ടാക്കിയില്ല. പിന്നെ ഇതുകൊണ്ട് നിർത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. റവന്യൂ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുമായിട്ട് മറ്റൊരു രീതിയിലുള്ളൊരു ബന്ധം ഈ അശോക് കണ്ടെത്തുകയാണ്. അയാളുടെ കാറിൽ ഇവർ പോകുന്നതും അതുപോലെ തന്നെ ഇവർ എന്താ പറയുക സീക്രട്ടായിട്ട് മീറ്റ് ചെയ്യുന്നതും റൂം എടുക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ അറിഞ്ഞു. ഇതിൻ്റെ പേരിൽ എന്താ പറയുക വീണ്ടും രമണിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ് നിർത്താനും രമണി തയ്യാറായില്ല. തനിക്ക് ഇഷ്ടമുള്ള ജീവിക്കുമെന്നും അതുപോലെ തന്നെ തനിക്ക് ആവശ്യമുള്ളത് താൻ സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെയായിരുന്നു രമണി ഈ അശോകിൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടൊന്നും നിർത്തിയില്ല. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമണി ഒരു ദിവസം റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് വന്നിങ്ങായിട്ട് രമണിയുടെ മേത്തിടിക്കുകയാണ്. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അതിൻ്റെ പേരിൽ രമണി 1 മാസത്തോളം കാലിന് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ആയിരുന്നു. ആ ടൈമിൽ രമണിയെ അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഹെൽപ്പും വന്ന് തുടങ്ങി. ആ ഒരു സബ് ഇൻസ്പെക്ടറുമായിട്ട് വരെ ഒരു ഇല്ലിസിറ്റ് അഫെയർ ഈ ഒരു രമണി ഡെവലപ്പ് ചെയ്യാണ് ഉണ്ടായത്. എന്നാൽ അത് അവിടെ കൊണ്ട് നിർത്തിയില്ല. സെയിം സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളുമായിട്ടും രമണിക്ക് ഇല്ലീഗൽ അഫെയർ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അശോക് പറയുന്നതനുസരിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ രമണിക്ക് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ കുട്ടികൾ ആലോചിച്ചിട്ടാണ് താൻ എന്താ പറയുക ഈ രമണിയുടെ കൂടെ നിന്നതെന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഭാര്യയെ തിരുത്താൻ എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് എത്തിയെന്നൊക്കെയാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ രമണി ഇയാളോട് ചെയ്ത മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർ 2 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് മുൻപ് 1 വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ കല്യാണം കഴിച്ചത്. അതായത് 2ാമത്തെ വിവാഹം ഇയാളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് ഡെയിലി നല്ല രീതിയിൽ ഇങ്ങനെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം രമണി ഈ ഒരു അശോകിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എനിക്ക് അത്യാവശ്യത്തിന് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടുതൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഞാൻ നിന്നെ കൊന്നുകളയെന്നുള്ളതായിരുന്നു അത്. ഇത് കേട്ട് അശോക് പേടിച്ചു പോയി. അയാൾ ന്യൂസും മറ്റുമൊക്കെ നോക്കുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള ഒരുപാടധികം ഇൻസിഡൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഭാര്യയും കാമുകനും കൂടെ ഭർത്താവിനെ കൊല്ലുന്ന ന്യൂസുകളും മറ്റൊക്കെ കേട്ട് ആൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ആ ഭാര്യ ഇങ്ങനെ പറയും കൂടെ ചെയ്തപ്പോൾ ആളാകെപ്പാടെ പാനിക്കായിപ്പോയി. ഇനിയിപ്പോൾ തൻ്റെ ഭാര്യ എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഭയവും ആൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അയാൾ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ ഇത് എന്താ പറയുക വേറൊരു രീതിയിൽ ചിന്തിക്കുന്നത്. രമണിയും രമണിയുടെ ആളുകളും കൂടെ തന്നെ കൊല്ലാൻ വരുന്നതിന് മുൻപ് താൻ അവരെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അശോകിനുണ്ടായത്. അങ്ങനെ അശോക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഇട്ടു. ആ ഇൻസിഡൻറ്റ് നടന്ന അന്ന് വളരെ സ്നേഹത്തിൽ രമണിയുടെ അടുത്ത് സംസാരിച്ച് കുടിക്കാനുള്ള പാലിൽ കുറച്ച് ഉറക്ക ഗുളിക ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു പാല് കുടിച്ചതിന് ശേഷം രമണി മയങ്ങി. രമണി നേരെ ബെഡ്റൂമിലോട്ട് പോയി. ആ ഒരു ബെഡ്റൂമിൽ അശോക് പോയിട്ട് തലയണ മുഖത്തെടുത്ത് വെച്ച് അമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷവും അശോകിൻ്റെ ദേഷ്യം അടങ്ങിയില്ല. തന്നെ ചതിച്ച് ഇത്രയധികം പുരുഷന്മാരോ കൂടെ പോയ തൻ്റെ ഭാര്യയുടെ അടുത്ത് ആൾക്ക് വല്ലാത്തൊരു വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് റോഡ് എടുത്തുകൊണ്ട് വന്ന് ആ ഒരു സ്ത്രീയുടെ തലയിൽ പലതവണ അടിക്കുന്നത്. അപ്പോഴാണ് മുഖം ചതയുന്നതും അതുപോലെ തന്നെ രക്തവും കാര്യങ്ങളൊക്കെ വരുന്നതും. അതിനുശേഷം ഇനി ഇവിടെ താൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ പിടികൂടുമെന്നുള്ളൊരു കാര്യം അയാൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒളിവിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ വേറെ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് താൻ എസ്കേപ്പ് ആവുമെന്നുള്ളൊരു ചിന്തയും അയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുടെ 3 മക്കളെയും കൊണ്ട് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ രമണിയുടെ 25 പവൻ ഗോൾഡ് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പണം പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടായിരുന്നു പോയത്. പിന്നീട് തൻ്റെ സ്വന്തം വീട്ടിലെത്തിയതിന് ശേഷം അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ട്, അപ്പോൾ പുറത്തൊക്കെ പോകാണ്ട് മക്കളൊന്ന് നോക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. എന്നിട്ട് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 2 ദിവസം കൊണ്ട് പോലീസുകാർ ഈ ഒരു കേസ് സോൾവ് ചെയ്യാണ് അശോകിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ രമണിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന SI ഉണ്ടല്ലോ, ആളെയും അതുപോലെ തന്നെ ആ പോലീസ് സ്റ്റേഷനിലെ മറ്റേ ഉദ്യോഗസ്ഥനെയും പോലീസുകാർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വിധിയൊക്കെ എങ്ങനെയാവുന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.